ഹായ് ഫ്രണ്ട്സ്, വെണ്ടയ്ക്ക വറുത്തരച്ചൊരു കറി വയ്ക്കാമേ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ അതിനുള്ള മസാല റെഡിയാക്കുവാണേ. അതിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നല്ലപോലെ വറുത്ത് നമ്മൾ എടുക്കുമേ. അതിലേക്ക് തന്നെ നമ്മൾ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇച്ചിരി മല്ലിപ്പൊടി 2 ടീസ്പൂണാണേ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾ പൊടി ഇത്രയായിട്ട് ഇളക്കിയിട്ട് നമ്മളത് വാങ്ങി വയ്ക്കും. അതിലേക്ക് തന്നെ ഇച്ചിരി ജീരകവും കൂടി ഇടുന്നുണ്ട് ഞാൻ കേട്ടോ. ജീരകവും കൂടി ഇട്ട് അതൊന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചേക്കുവാണേ. അത് ആ തവയിലിട്ട് തന്നെ നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും വെണ്ടയ്ക്കായും അത്രയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലപോലെ വഴലണം, കാരണം അതിനൊരു വഴുവഴുപ്പുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ വഴലണം കേട്ടോ. അതിലേക്ക് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു തക്കാളിക്ക അതിലേക്ക് കണ്ടിച്ചിട്ട് കൊടുത്ത് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവേ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച ഇതുണ്ടല്ലോ തേങ്ങ വറുത്തത് നല്ലപോലെ പേസ്റ്റ് പരുവത്തിലരയ്ക്കണം. അരച്ച് അതും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കും. വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച്, ഒത്തിരി അങ്ങ് ഇതാകണ്ട, തിളച്ചത് ഒരുമാതിരി പറ്റി വരണം. ഒത്തിരി അങ്ങ് പറ്റുകയും ചെയ്യരുത്. അങ്ങനെ ആ പരുവാകണം കേട്ടോ, ഒരു കുറുകി വരുന്ന പരുവത്തിന്. അതിലേക്ക് ഇച്ചിരി ഞാൻ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കടുക് വറുക്കാം. ഞാൻ കടുക് വറുക്കുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിന് ട്രൈ ചെയ്യുക.